Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പെൻഷൻകാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ KSSPA ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 57ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കേരള കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവിശുദ്ധിക്ക് നിറച്ചാർത്തറിയിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ മറ്റൊരു പൂരക്കാലം കൂടി പടികടന്നെത്തി. പൂരോത്സവത്തെ വരവേൽക്കാൻ പൂരപ്പൂക്കളും മിഴുതുറന്നതോടെ വടക്കൻ കേരളത്തിലെ കന്യകമാരും പൂരോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയുള്ള 9 നാളുകൾ ഹൈന്ദവ ഭവനങ്ങളിൽ വ്രതശുദ്ധിയുടെ പൂമണമുയരും. നാടകങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബ് കാർഷിക രംഗത്തും പുതുഗാഥ രചിക്കുന്നു. വെള്ളൂരിന്റെ കലാസാംസ്കാരിക സന്നദ്ധ സേവന മേഖലയിലും നിറസാന്നിധ്യമാണ് വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബ്. വാർത്തകൾ വിശദമായി. പെൻഷൻകാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ KSSPA ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് നേരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്യുമ്പോൾ ക്ലാർക്കിന്റെ അടിസ്ഥാന ശമ്പളം 330 രൂപയാണ്. 330 രൂപയായിരുന്നു LD ക്ലർക്കിന്റെ അടിസ്ഥാന ശമ്പളം. ഇന്ന് ഇത്രയധികം അടിസ്ഥാന ശമ്പളം വളരാനുണ്ടായത് കാലാകാലങ്ങളിൽ ശമ്പള പരിഷ്കരണം നടത്തിയതിൻ്റെ വകയാണ്. ഒരു കമ്മീഷൻ നിയമിച്ചുകൊണ്ട് കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് അതിൻ്റെ റിപ്പോർട്ട് കേരളത്തിലെ ഭരണകൂടങ്ങൾ ചർച്ച ചെയ്ത് നടപ്പാക്കി അതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയവരാണ് നമ്മളെ. എന്നാൽ ഇന്ന് 1/7/2024 മുതൽ പുതിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ പുതിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് വരേണ്ടവരാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷനും. KSSPA ബ്ലോക്ക് പ്രസിഡന്റ് C. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർമാരായ മോഹനൻ പുറച്ചേരി, AV തമ്പാൻ, CV രാജഗോപാലൻ, മുതിർന്ന നേതാക്കന്മാരായ VP കൃഷ്ണൻ മാസ്റ്റർ, P. ലളിത ടീച്ചർ, ശാരദ പെരിയാട്ട്, വസുമതി KK, UK സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 57ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കേരള കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 57ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തോടൊപ്പം വളരാനും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്ന് മറ്റുള്ളവരോടൊപ്പം നിൽക്കാനും ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തെ നമ്മുടെ നാടിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു, നൽകാൻ കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യം അല്ല. ഞാൻ ഇന്ന് രാവിലെ പോകുന്ന ഒരു സ്കൂള് 106 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഞാൻ അവരോട് പറഞ്ഞു, 106 നിങ്ങൾ 106 ആണെങ്കിൽ എൻ്റെ ചേർത്തലയിൽ 160 വർഷത്തിൻ്റെ പഴക്കമുള്ള സ്കൂൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു. 106 കൊല്ലങ്ങൾക്കും 150 കൊല്ലങ്ങൾക്കും മുമ്പ് സ്കൂൾ തുടങ്ങുമ്പോൾ ഇന്നത്തേതുപോലെ എല്ലാവരും ഒന്ന് സ്കൂളിൽ ചേർന്നിരുന്നില്ല, ചേർക്കാൻ പറ്റിയിരുന്നുമില്ല. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KV അനൂപ് കുമാർ, TP സമീർ ടീച്ചർ, സുരേഷ് ബാബു KV, KM സുലോചന ടീച്ചർ, സുധ N.P. ഭാസ്കരൻ, KV ഭവാനി തുടങ്ങിയവർ സംബന്ധിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന KV നാരായണൻ, NV സുരേഷ്, AP ജയശ്രീ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. തുടർന്ന് കൈകൊട്ടിക്കളി, കോൽക്കളി, കരോക്കെ, ഗാനമേള തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗ്രാമവിശുദ്ധിക്ക് നിറച്ചാർത്തറിയിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ മറ്റൊരു പൂരക്കാലം കൂടി പടികടന്നെത്തി. പൂരോത്സവത്തെ വരവേൽക്കാൻ പൂരപ്പൂക്കളും മിഴി തുറന്നതോടെ വടക്കൻ കേരളത്തിലെ കന്യകമാരും പൂരോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയുള്ള 9 നാളുകൾ ഹൈന്ദവ ഭവനങ്ങളിൽ വ്രതശുദ്ധിയുടെ പൂമണമുയരും. വടക്കിന്റെ വസന്തോത്സവം ഇത്തവണ വൈകിയാണ് എത്തിയത്. ഓണത്തെപ്പോലെ പൂക്കളുടെ ഉത്സവമാണ് പൂരക്കാലം. വടക്കേ മലബാറിലെ കാവുകളും കഴകങ്ങളും ഇനി പൂവിളിയും പൂരക്കളിയും കൊണ്ട് സജീവമാകും. പൂരക്കാലത്ത് കാമദേവന് പൂജാപുഷ്പമൊരുക്കാൻ കന്യകമാർ മത്സരിച്ച് പൂരപ്പൂക്കൾ ശേഖരിക്കാൻ ഓടുന്ന കാഴ്ച വടക്കേ മലബാറിന്റെ ഗ്രാമങ്ങൾക്ക് സ്വന്തം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസം പൂവിട്ട് വെള്ളം കൊടുത്ത് കുരവിയിട്ടുള്ള ആഘോഷം പൂരനാളിൽ അവസാനിക്കും. ഉള്ളുപൊള്ളിക്കുന്ന കുംഭ മീനമാസച്ചൂടിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് പൂരോത്സവത്തിന്റെ പ്രത്യേകത. പൂരോത്സവത്തിന്റെ വരവറിയിച്ച് ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും പരിസരങ്ങൾ പൂരപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ഉള്ളം കുളിർപ്പിക്കാറുണ്ട്. ആചാരസ്ഥാനികർ ക്ഷേത്രങ്ങളിലും പെൺകുട്ടികൾ വീടുകളിലും പൂവിടുന്നതാണ് പതിവ്. ചെക്കിപ്പൂ, ചെമ്പകപ്പൂ, മുരിക്കിൻപൂ, എരിക്കിൻപൂ, നരയൻപൂ, എരിഞ്ഞിപ്പൂ തുടങ്ങിയവയാണ് പൂരപ്പൂക്കൾ. ഇത്തവണ മിക്കയിടത്തും പൂരപ്പൂക്കൾ മിഴിതുറക്കാൻ വൈകി. കാലാവസ്ഥാ വ്യതിയാനമാണിതിന് കാരണം. കേരളത്തിന് 2 വസന്തോത്സവങ്ങളാണുള്ളത്, ഓണവും അതുപോലെ തന്നെ പൂരവും. വലിയ മരങ്ങൾ പൂക്കുന്നതിൻ്റെ ഉത്സവമാണ് പൂരോത്സവം. മഴക്കാലത്തോടനുബന്ധിച്ച് ചെറിയ ചെടികളിൽ പൂവിടുമ്പോഴാണ് നമുക്ക് ഓണം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഋതുക്കളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ ആചാരങ്ങളും വന്നിരിക്കുന്നതും. പൂരോത്സവ കാലമാണ്. ഇന്നു മുതൽ 9 ദിവസം പൂവിളികൾ ഉയരുകയാണ് ഓരോ വീടുകളിൽ നിന്നും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. നാടകങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബ് കാർഷിക രംഗത്തും പുതുഗാഥ രചിക്കുന്നു. വെള്ളൂരിന്റെ കലാസാംസ്കാരിക സന്നദ്ധ സേവന മേഖലയിലും നിറസാന്നിധ്യമാണ് വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബ്. കേരളത്തിനകത്തും പുറത്തും നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ച വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബ്ബ് അതിന്റെ 45ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കാർഷിക രംഗത്തും പുതുഗാഥകൾ തീർക്കുകയാണ്. 2019 എന്റെ ഗ്രാമം പച്ചക്കറി ഗ്രാമം പദ്ധതി ക്ലബ്ബ് ഏറ്റെടുത്തത്. ഒരു ഗ്രാമത്തെ മുഴുവൻ പച്ചക്കറി സ്വയം പര്യാപ്ത ഗ്രാമമാക്കി മാറ്റുന്നതിനായി ആരംഭിച്ച പദ്ധതി ഇന്നും തുടരുകയാണ് സെൻട്രൽ ആർട്സ് ക്ലബ്ബ്. 45ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രദേശത്തെ 50ഓളം വ്യക്തികളും ഗ്രൂപ്പുകളും ചേർന്ന് 7 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച പച്ചക്കറി കർഷകർക്ക് മത്സരാടിസ്ഥാനത്തിൽ ക്ലബ്ബ് സമ്മാനങ്ങളും നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി നടന്ന ഗ്രൂപ്പ് തല മത്സരത്തിൽ കാർമൽ GS ഗ്രൂപ്പ്, CPIM അഞ്ചങ്ങാടി ബ്രാഞ്ച്, KSKTU വെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വ്യക്തിഗത മത്സരത്തിൽ കാറമേലിലെ PV ഭവാനി, വെള്ളൂരിലെ K രവീന്ദ്രൻ, KBR കണ്ണൻ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. മത്സരത്തിൽ പങ്കാളികളായ കർഷകരെയും ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 86ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 86ാം വാർഷികവും
യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് ഞാനും കണ്ടു. ഇവിടുന്ന് കുറേ പേർ ഗൾഫിലും മറ്റും പോയി പണം ഉണ്ടാക്കിയത് കൊണ്ടാണ് കേരളം ഇങ്ങനെയെല്ലാം വികസിച്ചു വന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് ചരിത്രത്തെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കണം. എന്തുകൊണ്ട് തമിഴ്നാട് ഇതുപോലെ ആയില്ല എന്നും, എന്തുകൊണ്ട് കർണാടകം ഇതുപോലെ ആയില്ല എന്നും, എന്തുകൊണ്ട് ബീഹാറും മറ്റിടങ്ങളും ഇതുപോലെ ആയില്ല എന്നും, ഈ കേരളം ഇങ്ങനെയെല്ലാം ആയതിൻ്റെ പിന്നിൽ കുറേയേറെ പേരുടെ അധ്വാനവും ത്യാഗവും സഹനവും സമരവുമുണ്ട് എന്നുള്ളതും നാം പറഞ്ഞേ മതിയാവുകയുള്ളൂ. ആ പറച്ചിൽ ഇത്തരമൊരു സ്കൂളിൻ്റെ പേരിൽ തന്നെയും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചരിത്രങ്ങൾ പറഞ്ഞു പോകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ചരിത്രം എന്നത് ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും ആണ്. ചരിത്രം എന്നതിനോട് എന്തോ ഒരു അവജ്ഞയും അവഗണനയും നമുക്കുണ്ട്. പലപ്പോഴും പല മീറ്റിങ്ങുകൾക്കകത്തും SSLC അല്ലെങ്കിൽ +2 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടുന്നതൊക്കെ അവരുടെ കൈകളിലേക്ക് മൊമെന്റോ കൊടുക്കുന്ന അവസരത്തിൽ ഞാനും ചോദിക്കാറുണ്ട്, എന്താണ് അടുത്ത പരിപാടി എന്ന്. ഞാൻ ഇത്രയും നാൾ ഈ ഏതാണ്ട് 4 കൊല്ലത്തോളം എത്തുമ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. M. പ്രസാദ്, V. ബാലൻ, TP അനിൽകുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, T. വിശ്വനാഥൻ, വസന്ത രവി, C. ഷിജിൽ, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, NV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K. ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. CK രമേശൻ മാസ്റ്റർ, പനക്കിൽ ബാലകൃഷ്ണൻ, TV നന്ദകുമാർ, രവീന്ദ്രൻ ചെടി, ശ്രീകാന്ത് മൊട്ടക്കുന്ന്, അക്ഷത ഷണായി, മമത തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കവായി കായലിലെ തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചെരിഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ 30ഓളം യാത്രക്കാരുമായി വെള്ളാപ്പിൽ നിന്ന് പുറപ്പെട്ട ചെറിയ ബോട്ടാണ് ആഴമേറിയ കവായി കായലിൽ ചെരിഞ്ഞത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വൻ ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിപ്പോയത്. നിറയെ സഞ്ചാരികളുമായി മെട്ടമ്മൽ ഭാഗത്ത് നിന്ന് തിരിച്ചു വരവെയാണ് ബോട്ട് ചെരിഞ്ഞത്. കാസർഗോഡ് ഭാഗത്തുള്ള കന്നഡ ഭാഷ സംസാരിക്കുന്ന കുടുംബങ്ങളാണ് കൂടുതലുണ്ടായതെന്ന് ഇവരെ രക്ഷിച്ച നാട്ടുകാർ പറഞ്ഞു. യാത്രക്കാരെ നാട്ടുകാരായ യുവാക്കളാണ് സുരക്ഷിതരായി കൊച്ചുതോണികളിൽ കരക്കെത്തിച്ചത്. മത്സ്യബന്ധന വലകളിൽ കയറാതിരിക്കാൻ പെട്ടെന്ന് തിരിച്ചപ്പോഴാണ് കൂടുതൽ ആളുകളുള്ള ഭാഗം ചെരിഞ്ഞത്. ബോട്ട് അശ്രദ്ധയിൽ ഓടിച്ചതാണ് അപകടമുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാരും യാത്രക്കാരും പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് ഇതിനടുത്ത് ഹൗസ് ബോട്ടിന്റെ മേൽക്കൂരയിൽ തീപിടിച്ചും അപകടമുണ്ടായിരുന്നു. ബോട്ട് ഓടിക്കുന്നതിനായുള്ള അംഗീകൃത ലൈസൻസ് ഉള്ളവർ ഈ മേഖലയിൽ കുറവാണെന്നും പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ജനാധിപത്യത്തെ തകർക്കലാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ E. ചന്ദ്രശേഖരൻ MLA ആരോപിച്ചു. ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിരുദ്ധ നടപടികൾക്കൊപ്പം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടുതൽ വലതുപക്ഷത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് E. ചന്ദ്രശേഖരൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ട മാറ്റങ്ങൾ, അതിനുവേണ്ടി പുതിയ സംവിധാനങ്ങൾ, അതിന് പുതിയ കൗൺസിലുകൾ, ഓരോന്നും പുതിയതായി ഉണ്ടാക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ എന്ന രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ലോകത്താകമാനമുള്ള യൂണിവേഴ്സിറ്റികളെ ക്ഷണിക്കുന്നു. ലോകത്താകമാനമുള്ള ആളുകൾക്ക് വരാനും കൂടെ എന്തും ചെയ്യാനും അവസരം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും വെറുതെ അല്ല. ഈ വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്തി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടത്തുക എന്നതാണ് അവരുടെ ആഗ്രഹം.
പ്രതിനിധി സമ്മേളനത്തിൽ ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സംഘാടക സമിതി ചെയർമാൻ M ഗംഗാധരൻ, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന അധ്യക്ഷൻ KP ഗോപകുമാർ, വൈസ് ചെയർമാൻ നരേഷ് കുന്നിയൂർ, MS സുഗതകുമാരി, യമുന രാഘവൻ, CK ബിജുരാജ്, P രാജൻ, AK ദിനേഷ് കുമാർ, A ആമിന, സുനിൽകുമാർ, T റിജേഷ്, MV രാധാകൃഷ്ണൻ, PP പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആലക്കോട് കാളീശ്വരം നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പാലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ 87ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഥമാധ്യാപിക ഗീത ടീച്ചർ, K ജയശ്രീ ടീച്ചർ, K ശ്രീലത ടീച്ചർ എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും കാളീശ്വരം നെയ്യമൃതുകോട്ടം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. ഞാൻ മറ്റന്നാൾ റിട്ടയർ ചെയ്യുകയാണ്, നീ വൈകുന്നേരം വീട്ടിലോട്ടൊന്ന് വരണം. എന്തിനാണ് എനിക്കൊരു വിളിയും കിട്ടിയില്ല? പഴയതുപോലെ ഓടിയിരുന്ന് കരയാനാണോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. വീടിൻ്റെ മുറ്റത്ത് വലിയ പന്ത്, അവിടെയെല്ലാം വൈദ്യുത ദീപ അലങ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ഗാനമേള ഒരു വഴിക്കൂടെ ചെറുതാണെങ്കിലും അവിടെ കൊടി പിടിക്കുന്നു. എല്ലാം കൂടി ഒരു ആഘോഷമായതാണ്. അവർ റിട്ടയർ ചെയ്ത ദിവസമാണ്. വർഷങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും 2 റിട്ടയർമെന്റുകൾ ഞാൻ കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരും K ജ്യോതി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ AEO TV ജ്യോതി ബസു സ്കോളർഷിപ്പ് ജേതാക്കൾക്കുള്ള അനുമോദനം നൽകി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, K പത്മിനി, KV സുരേഷ് ബാബു, TM സതീശൻ മാസ്റ്റർ, T രമേശൻ, EC സതി, ലീല, KP കണ്ണൻ, P ശശിധരൻ, PP സിദിൻ, C അബ്ദുൽ ഹമീദ് മാസ്റ്റർ, PV സംഗീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ കലാവിരുന്നും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജീവിതം തന്നെ ലഹരി സംഗീത ശില്പം ശ്രദ്ധേയമാകുന്നു. വെള്ളൂർ സെൻട്രൽ ആർട്സ് വനിതാവേദിയാണ് സാമൂഹിക വിപത്തായ ലഹരി വ്യാപനത്തിനെതിരെ സംഗീത ശില്പമൊരുക്കിയത്. കേരളീയ സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹിക വിപത്തായ ലഹരി വ്യാപനത്തിനെതിരെ സംഗീത ശില്പത്തിലൂടെ ബോധവൽക്കരണം നടത്തുകയാണ് വെള്ളൂർ സെൻട്രൽ ആർട്സ് വനിതാവേദി. ചെറുപ്രായത്തിലുള്ളവരെ രാസലഹരിയുടെ അടിമകളാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ലഹരി മാഫിയയെ ജീവിതം തന്നെ ലഹരി സംഗീത ശില്പം തുറന്നു കാട്ടുന്നു. പ്രഭാകരൻ കൂനം രചനയും പ്രമോദ് പൂമംഗലം സംഗീത സംവിധാനവും ആലാപനവും നടത്തിയ സംഗീത ശില്പം അനിൽ നരിക്കോടാണ് സംവിധാനം ചെയ്തത്. ഇപ്പോൾ കേരളത്തിലായാലും എല്ലായിടത്തും ലഹരിയുടെ ഉപയോഗം കുട്ടികൾക്കിടയിലും ഒക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വനിതാവേദിയുടെ നേതൃത്വത്തിൽ, സെൻട്രൽ ആർട്സ് വനിതാവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംഗീത ശില്പം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട്, അനിൽ നരിക്കോടാണ് ഇതിൻ്റെ സംവിധാനം നടത്തിയിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാവരും പഠിച്ചെടുത്ത് വനിതാവേദിയുടെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിലേക്ക് ലഹരിക്കെതിരെ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഈ സംഗീത ശില്പവുമായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA കല്ലാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ട്രഷറി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കുടിശ്ശികയായ 18% ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
പഴയങ്ങാടി സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. കേരളത്തിലെ പെൻഷൻകാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നതെന്നും പിണറായി സർക്കാർ സമസ്ത മേഖലയിലും പരാജയമാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KSSPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തെ ഇതിന്റെ പ്രവർത്തനം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, വയലേലകളിലും പണിശാലകളിലും തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ, അതുപോലെ തന്നെ കല്ല് ചുമക്കുന്ന മണ്ണ് ചുമക്കുന്ന തൊഴിലാളികൾ, ടാക്സിക്കാര്, ഇട്ടക്കാര്, പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവര്, അധ്യാപകര്, NGOമാര്, പെൻഷന്മാർ, ഇവരൊക്കെ തന്നെ ഇന്ന് അവരുടെ ജീവിതം ദുരിതത്തിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് VP ശേഖരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർമാരായ CP ജയരാജൻ, N രാമചന്ദ്രൻ, N തമ്പാൻ, നിയോജക മണ്ഡലം സെക്രട്ടറി V മണികണ്ഠൻ, P കുട്ടികൃഷ്ണൻ, ഡോക്ടർ VN രമണി, VV പ്രകാശൻ, P സുബ്രഹ്മണ്യൻ, VP മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രഖ്യാപനവും വിദ്യാഭ്യാസ സമിതി രൂപീകരണവും സെമിനാറും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ സമഗ്ര ഗുണമേന്മ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പയ്യന്നൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിന്റെ സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കരണം. പക്ഷെ 2016 പൊതു വിദ്യാഭ്യാസ യജ്ഞം തുടങ്ങിയപ്പോഴുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് ഉതകുന്ന പദ്ധതികൾ ജനകീയമായും ത്രിതല പഞ്ചായത്തും സർക്കാരും ചേർന്നുകൊണ്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതി ബസു അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി പദ്ധതി വിശദീകരണം നടത്തി. ഡയറ്റ് പ്രതിനിധി രാകേഷ് K പ്രവർത്തന രൂപരേഖയും കൈറ്റ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ ബിനു ജോൺ ഡിജിറ്റൽ സാങ്കേതിക സഹായ വിശദീകരണവും നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പക്കുട്ടൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഉമേഷ് MV, ട്രെയിനർ KV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുവെള്ളൂർ നസ്റ്റ് കോളേജ് NSS യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറൽ ഏപ്രിൽ 3 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കരിവള്ളൂർ കൂക്കാനം നസ്റ്റ് കോളേജ് NSS യൂണിറ്റ് 70, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവ ചേർന്ന് നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ താക്കോൽ കൈമാറൽ ഏപ്രിൽ 3 നടക്കും. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു താക്കോൽ കൈമാറും. കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ ഭവനരഹിതരായ പാവപ്പെട്ടവർക്ക് നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഈ അധ്യയന വർഷം അനുവദിച്ച 50 വീടുകളിൽ 2 വീടുകളാണ് നെസ്റ്റ് കോളേജ് NSS യൂണിറ്റിന് അനുവദിച്ചിട്ടുള്ളത്. 4 ലക്ഷം രൂപയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്ന് ഭവന നിർമ്മാണത്തിനായി ലഭിക്കുന്നത്. അതിന്റെ കൂടെ NSS വളണ്ടിയർമാരുടെ മനുഷ്യാധ്വാനവും വളണ്ടിയർമാർ പിരിച്ചെടുത്ത തുകയും ഉൾപ്പെടുത്തിയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ MV അനിത നേതൃത്വം നൽകി. പലിയേരിയിലെ ഓമന, പുത്തൂരിലെ ചന്ദ്രമതി എന്നിവർക്കാണ് വീട് അനുവദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വീടിന്റെ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് താക്കോൽ കൈമാറും. വാർത്താസമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ MP A റഹീം, NSS യൂണിറ്റ് കോർഡിനേറ്റർ MV അനിത, അഡ്മിനിസ്ട്രേറ്റർ KP മുരളി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാടങ്ങളിലേക്കും പടരുകയാണ് അക്വേഷ്യ എന്ന അന്തകവൃക്ഷം. കുടുവക്കുളങ്ങര കോയിത്താറ്റ് പാടശേഖരത്തിന്റെ ഒരറ്റത്തു നിന്നും അക്വേഷ്യ പടർന്ന് മധ്യഭാഗത്തെത്താറായി. ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ മരുഭൂമിയാക്കാനുള്ളത്ര കഴിവുണ്ട് അക്വേഷ്യയ്ക്ക്. അക്വേഷ്യ എന്ന വിപത്ത് പാടങ്ങളിലേക്കും പടരുകയാണ്. കുടുവക്കുളങ്ങര കോയിത്താറ്റ് പാടശേഖരത്തിന്റെ ഒരറ്റത്തു നിന്നും അക്വേഷ്യ പടർന്ന് മധ്യഭാഗത്തെത്താറായിരിക്കുന്നു. ഇടനാടൻ ചെങ്കൽക്കുന്നുകളിലും മറ്റും വ്യാപകമായി കാണപ്പെട്ട ഈ അന്തകവൃക്ഷം അതിവേഗം പടരുകയാണ്. ഒരു സ്ഥലത്തെത്തിയാൽ അവിടം മരുഭൂമിയാക്കാനുള്ളത്ര കഴിവുണ്ട് അക്വേഷ്യയ്ക്ക്. ഇതിന്റെ ഇലവീണ സ്ഥലത്ത് പുല്ലുപോലും മുളയ്ക്കില്ല. ഈ പാറപ്പുറത്ത് കാണുന്ന ഈ അക്വേഷ്യ ഈ പാടത്തിലേക്ക് എത്തി. ഇതിപ്പോൾ 2 വിള ഇനി കൃഷി ചെയ്യുന്ന വയലാണ്. ഇനിയിപ്പോൾ ഇത് എത്ര കാലം ഇനി കൃഷി ചെയ്യാനാവുന്നതല്ല. ഇത് വന്ന് ഇങ്ങെത്തി. ഒരു കണ്ടത്തിലേ ഉണ്ടായിട്ടു.
വേറൊരു കണ്ടത്തിലേക്ക് എല്ലായി. ഇതിങ്ങനെ പോയാൽ ഈ വയൽ കംപ്ലീറ്റ് അക്കേഷ്യ മരമായിട്ട് മാറുന്നത് ഇതാണ് കാണുന്നത്. വെള്ളം വലിയ തോതിൽ വലിച്ചെടുക്കുകയും ചെയ്യും. ധാരാളം അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര മാരകമായ ഒന്ന് വേറെയില്ല. അധികൃതർ മാത്രമല്ല, നാട്ടുകാരും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഈ നാട്ടിൽ മറ്റു വിളകൾക്ക് സ്ഥാനമില്ലാതാകുന്ന കാലം വിദൂരമല്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാതല യാത്രയയപ്പ് സമ്മേളനം നടത്തി. മിഥിലജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളോളം അധ്യാപന മേഖലയിൽ സേവനം ചെയ്ത് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉപജില്ലയിലെ 16 അധ്യാപകർക്ക് KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നടത്തിയത്. ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് MB ജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലുണ്ട്. അത് സുഖകരമായ വേദനകൾ സമ്മാനിക്കുന്ന ഒരു ഫീലാണ്. നമ്മുടെ പഴയ കാലത്തെ വളരെ സമൃദ്ധമായ സമ്പന്നമായ എന്താണ് ഭൂതകാല കൂടിയുള്ള ഒരു കാലത്തെ നമ്മൾ ഓർമ്മിപ്പിക്കും. സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് T മധുസൂദനൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK സജിത്ത്, ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, O രജിത എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് അധ്യാപകരുടെ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സാന്ത്വന സമ്മാന പദ്ധതിയുടെ പയ്യന്നൂർ തല കൂപ്പൺ ഏറ്റുവാങ്ങൽ ചടങ്ങ് കാങ്കോലിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K പങ്കജവല്ലി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സാന്ത്വന സമ്മാന പദ്ധതിയുടെ പയ്യന്നൂർ ഏരിയാതല കൂപ്പൺ ഏറ്റുവാങ്ങൽ ചടങ്ങ് കാങ്കോൽ K രാജൻ സ്ക്വയറിൽ നടന്നു. സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം K പങ്കജവല്ലിയിൽ നിന്നും ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ കൂപ്പൺ ഏറ്റുവാങ്ങി. നമ്മൾ യൂണിറ്റ് തലങ്ങളിലെല്ലാം എല്ലാവരിലേക്കും നമ്മുടെ വ്യാപാരം മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് വ്യാപാരികൾ. അതുകൊണ്ട് തന്നെ വ്യാപാരി സമൂഹത്തിൽ ഏതേത് വിഷയങ്ങളായാലും സാന്ത്വന പദ്ധതികളായാലും നാം നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജയശ്രീ കണ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV മനോഹരൻ, മാത്യു ജോസഫ്, PV ഗോപി, T ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ സെവൻസിന്റെ വരവ് വിളിച്ചോതി വിളംബര ഘോഷയാത്ര നടന്നു. വിളംബര ഘോഷയാത്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഫ്ലാഗ് ഓഫ് ചെയ്തു. DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന കാങ്കോൽ സെവൻസിന്റെ വരവറിയിച്ച് കാങ്കോലിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കാങ്കോൽ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചുറ്റി ഫുട്ബോൾ മത്സരം നടക്കുന്ന കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു. PP സിദ്ദിൻ, A കരുണാകരൻ മാസ്റ്റർ, P രാധാകൃഷ്ണൻ, MV ദീപേഷ്, TP ജയേഷ്, TP അഭിലാഷ് തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പെൻഷൻകാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ KSSPA ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 57ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കേരള കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമവിശുദ്ധിക്ക് നിറച്ചാർത്തറിയിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ മറ്റൊരു പൂരക്കാലം കൂടി പടികടന്നെത്തി. പൂരോത്സവത്തെ വരവേൽക്കാൻ പൂരപ്പൂക്കളും മിഴുതുറന്നതോടെ വടക്കൻ കേരളത്തിലെ കന്യകമാരും പൂരോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയുള്ള 9 നാളുകൾ ഹൈന്ദവ ഭവനങ്ങളിൽ വ്രതശുദ്ധിയുടെ പൂമണമുയരും. നാടകങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബ് കാർഷിക രംഗത്തും പുതുഗാഥ രചിക്കുന്നു. വെള്ളൂരിന്റെ കലാസാംസ്കാരിക സന്നദ്ധ സേവന മേഖലയിലും നിറസാന്നിധ്യമാണ് വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബ്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.